സ്വാമി, നമ്മളുടെ അമ്പലത്തിലെ നമ്മൾ വിശേഷിച്ച് ഞാൻ അവിടെ വന്ന് തൊഴുവാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വിശേഷിച്ചൊരു പ്രതിഷ്ഠ കണ്ടിരുന്നു, ഉമ്മച്ചാത്തൻ. അതെ. ആ കൺസെപ്റ്റ് എങ്ങനെയാ വരുന്നത്? എനിക്കത് വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത്. ഉമ്മച്ചാത്തൻ ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മളുടെ രീതിയിൽ ഒരു അമ്പലത്തിലൊരു പ്രതിഷ്ഠയായിട്ട് വരിക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ഇസ്ലാമിക മതത്തിലുണ്ടായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ അങ്ങനെ ഒരു ഉമ്മുമ്മ. ഈ വൈപ്പിൻ പാടം എന്ന് പറയുന്നൊരു ഭാഗത്താണ് ഈ ഉമ്മുമ്മ ചാത്തൻ എന്നല്ല, അതൊരു ഉമ്മുമ്മ തന്നെയായിരുന്നു. ആ ഉമ്മുമ്മ ഉണ്ടായിട്ടുള്ളതും ഈ വിഷ്ണുമായോട് അമിതമായിട്ടുള്ള വിശ്വാസമാണ് ഉമ്മുമ്മയ്ക്ക്. അങ്ങനെ പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള നിയമങ്ങളിൽ ഒരിക്കലും ചിന്തിക്കാനും കൂടിയും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഉമ്മുമ്മയ്ക്ക്. വിഷ്ണുമായുടെ നല്ലൊരു അനുഭവം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഭഗവാൻ അത്രയും ഭംഗിയായിട്ടാണ് ഈ ഉമ്മുമ്മ കൊണ്ടു നടന്നത്. ഒരു കാലഘട്ടത്തിൽ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഒരു കൊച്ചിനെ കൊണ്ടു നടക്കുന്ന പോലെയാണ് ഈ ഉമ്മുമ്മ ഈ ചാത്തനെ കൊണ്ടു നടന്നിരുന്നത്, വിഷ്ണുമായനെ പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾ ഇത് മനസ്സിലാക്കിയിരുന്നു. ഈ ഭക്ഷണമൊക്കെ വെച്ചിട്ട് അപ്പുറത്ത് മാറ്റി വയ്ക്കും, എന്നിട്ട് കഴിച്ചോളാൻ പറയും. അവിടെ ഇവരുടെ മക്കൾ നോക്കുമ്പോൾ ആരുമില്ല. അങ്ങനെ അവർക്കൊരു സംശയം തോന്നിയിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ ഇത് അവരുടേതായിട്ടുള്ള തങ്ങൾമാരുടെയൊക്കെ അടുത്ത് പോയിട്ട് കണ്ടുപിടിച്ചു. സ്വാഭാവികമായിട്ടും അവർ അത് ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഉമ്മുമ്മയ്ക്കത് സാധിക്കാത്തത് കൊണ്ട് ഉമ്മുമ്മേനെ അവർ ഉപേക്ഷിച്ചു. സ്വന്തം അമ്മേനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഉപേക്ഷിക്കുകയും അതിനുശേഷം പിന്നീട് അവരപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച്, വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു കുടിൽ ഒക്കെ വെച്ച് താമസിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവിടെ അവർ ചികിത്സയൊക്കെ തുടങ്ങി. അവർക്ക് ആൾക്കാരൊക്കെ വന്ന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവർ ഈ മക്കളോട് പറഞ്ഞു, നാളെ കാലത്ത് ഇന്ന സമയത്ത് ഞാൻ മരണപ്പെടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഇവരങ്ങോട്ട് വിശ്വസിച്ചില്ല. കറക്റ്റ് സമയത്ത് തന്നെ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ തലമുറയ്ക്ക് ഭയങ്കര ഉപദ്രവമായിരുന്നു ഈ ഉമ്മേനെ കൊണ്ട്. അവരുടെ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളായിട്ടും ഈ അതിൻ്റേതായിട്ടുള്ള ഉപദ്രവങ്ങളും കാര്യങ്ങളും. പിന്നീട് എപ്പോഴും നമ്മുടെ ഇവിടുത്തെ കാരണവന്മാരൊക്കെ പോയിട്ടാണ് ഉമ്മുമ്മേനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുമായുടെ കൂടെ തന്നെ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മുമ്മ ഓക്കെ ആയി വന്നിരുന്നു. ഇപ്പം നമ്മുടെ അമ്പലത്തിൽ ആ ഉമ്മുമ്മ ചാത്തനെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ഉമ്മുമ്മയിൽ നിന്നും ഉമ്മുമ്മ ചാത്തനായത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഉമ്മുമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഈ വിളിച്ചാൽ ഭയങ്കര വിളിപ്പുറത്താണ്. ഭഗവതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. വളരെ വിളിച്ചാൽ ഭയങ്കരമായിട്ട് വിളി കേൾക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. വിശേഷിച്ച് നമ്മുടെ ഇവിടെ വരുന്ന നമ്മുടെ ഈ അമ്പലത്തിൽ എല്ലാ മതസ്ഥർക്കും സ്വാഗതമാണ്. അങ്ങനെ ഉന്നാളെന്നൊന്നുമില്ല, എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഉമ്മുമ്മച്ചാത്തിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ അവർ ഈ ഇസ്ലാമിക സമ്പ്രദായത്തിലുള്ള ആൾക്കാർ ഈ ഉമ്മുമ്മച്ചാത്തിന് വേണ്ടിയിട്ട് പച്ചപ്പട്ടും അതേപോലെ തന്നെ മുറുക്കാനും ഇതാണ് ഉമ്മുമ്മയ്ക്ക് ഇഷ്ടം. അതൊക്കെ കൊണ്ടുവരും. അവർ തന്നെ വയ്ക്കും ഉള്ളിൽ, ആരും തടയാറൊന്നുമില്ല, അവർ തന്നെ വയ്ക്കും. അങ്ങനെയാണ് ഉമ്മുമ്മയുടെ കഥ.